BJP സുരേന്ദ്രനെ മാറ്റുക എന്നതല്ല വാസ്തവത്തിൽ ആദ്യം ചെയ്യേണ്ടതെന്നുള്ള ഒരു പക്ഷമാണ് പോങ്ങനുള്ളത്. നേതാക്കൾക്ക് കാര്യം തിരിഞ്ഞാലും പ്രവർത്തകർ ഈ അഭ്യുദയാകാംക്ഷിയെ സംശയിക്കുന്ന സ്ഥിതി ഉണ്ടാവരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാലും പണി കൊടുക്കാൻ പറ്റും. സുരേന്ദ്രനെയും മുരളീധരനെയും ഒക്കെ ഭാരതീയരായി കാണാൻ കഴിയാതെ തീയരായി മാത്രം അളക്കാൻ തക്ക സൈദ്ധാന്തിക ത്രാണിയുമായി കഴിയുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ശ്രീ കെ സുരേന്ദ്രൻ ഒറ്റപ്പെടുന്നുവോ? സുരേന്ദ്ര, ഇനിയെങ്കിലും നന്നാവൂ എന്ന് പറഞ്ഞുകൊണ്ടേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ ഇങ്ങനത്തൊക്കെ ഇനി ഇരിക്കും അമ്പാനെ, എനിക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ. തെറ്റുപറ്റാത്ത ഒരു മനുഷ്യനുണ്ടെങ്കിൽ അത് മരിച്ച മനുഷ്യനാവണം. ജീവനോടെ ഇഹലോകത്ത് കഴിയുന്ന മനുഷ്യർക്ക് തെറ്റുകൾ പറ്റാം. സത്യത്തിൽ രണ്ട് ജാതിയിൽപ്പെട്ട മനുഷ്യർ മാത്രമേ ഈ ലോകത്തുള്ളൂ എന്ന ഒരു ചിന്തയാണ് പോങ്ങനുള്ളത്. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്നവരും അറിയാതെ തെറ്റ് ചെയ്യുന്നവരും. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്നവർ ആ തെറ്റ് സ്വയം തിരുത്തുകയോ മറ്റുള്ളവരാൽ തിരുത്തപ്പെടുകയോ ചെയ്യാനുള്ള സാധ്യത തീരെയില്ല. അറിയാതെ തെറ്റ് ചെയ്യുന്നവർ തന്റെ വാക്കോ പ്രവൃത്തിയോ അങ്ങനെ തെറ്റായി പോയി എന്ന് സ്വന്തമായോ അല്ലെങ്കിൽ മറ്റുള്ളവരാലോ തിരിച്ചറിയുന്ന നിമിഷം ആ തെറ്റ് തിരുത്താൻ കഴിയില്ലെങ്കിൽ അത് ആവർത്തിക്കാതെ ഇരിക്കാനോ ശ്രമിക്കും. അല്ലേ? ഈ പോങ്ങൻ രണ്ടാമത്തെ ജാതിയിൽപ്പെട്ടവനാണ്. തെറ്റാണെന്ന് തിരിച്ചറിയാതെ തെറ്റ് ചെയ്തു പോകുന്നവൻ. ചിലത് സ്വയം തിരിച്ചറിഞ്ഞ് ഞാൻ തിരുത്തും, മറ്റു ചിലത് സഹജീവികൾ ചൂണ്ടിക്കാട്ടുമ്പോഴാണ് തെറ്റായി പോയെന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും തെറ്റുപറ്റിയെന്ന് മനസ്സിലാക്കിയാൽ തിരുത്തും. ആവർത്തിക്കാതിരിക്കാൻ പോകാൻ പരിശ്രമിക്കുകയും ചെയ്യും. ജനിച്ച സമയത്തെ പ്രകടന നില പോലെ തെറ്റും ശരിയുമൊക്കെ 0 എന്ന സ്ഥിതിയിൽ സമനിലപ്പെടുത്തിയ ചാകാവൂ എന്ന് പറയുന്ന ഒരു ഉന്നത്തോടു കൂടിയാണ് പോകന്റെ ഇഹലോകത്തെ വ്യവഹാരം. പറഞ്ഞു വന്നത് ഇതാണ്: അറിഞ്ഞുകൊണ്ട് തെറ്റു ചെയ്യുന്നവരും അതായിരുന്നു ഞാൻ, അറിയാതെ തെറ്റ് ചെയ്യുന്നവരും. ശോഭാ സുരേന്ദ്രന്റെ പേരുകൾ വന്നിരുന്നു, MT രമേശിന്റെ പേര് വന്നിരുന്നു. ഇത്തരം രണ്ട് ജാതിയിൽപ്പെട്ട മനുഷ്യരെ ഈ ലോകത്തുള്ളൂ എന്നാണല്ലോ പോങ്ങൻ അങ്ങനെ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. തീർച്ചയായും ഈ രണ്ട് ജാതികൾക്കും അവയുടേതായിട്ടുള്ള ഉപജാതികൾ ധാരാളമായിട്ടുമുണ്ട്. എങ്കിലും മാതൃജാതി എന്ന് പറയുന്നത് പ്രധാനമായും ഇത് രണ്ടുമാണ്. അങ്ങനെയെങ്കിൽ അറിഞ്ഞുകൊണ്ട് വളരെ കരുതിക്കൂട്ടി ലാഭനഷ്ടങ്ങൾ കൂട്ടിക്കിഴിച്ച് ജീവിതത്തെ തെറ്റിൽ നിക്ഷേപിക്കുന്നതാണ് ബുദ്ധിപരമായിട്ടുള്ള നീക്കം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തെറ്റു ചെയ്യുന്ന കൂട്ടത്തിലാണോ, അതോ മനുഷ്യ സഹജമായിട്ടുള്ള ദൗർബല്യങ്ങൾ കൊണ്ട് അബദ്ധവശാൽ തെറ്റു ചെയ്തു പോകുന്ന കൂട്ടത്തിലാണോ കേരളത്തിലെ BJPക്കാർ? സംഘപരിവാരങ്ങളെയും നേതാക്കളെയും അണികളെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പോങ്ങൻ BJPക്കാർ എന്ന പ്രയോഗം അങ്ങോട്ട് നടത്തിയത്. രണ്ടിൽ ഏത് ജാതിയിൽപ്പെട്ട സംഖ്യയാണെങ്കിലും നിങ്ങൾക്ക് തെറ്റുപറ്റി എന്നതാണ് സത്യം. ചില സംഖ്യകൾ മറ്റുള്ളവരുടെ കുബുദ്ധിക്ക് ഇരപ്പെട്ടതുവഴി മനസ്സറിവ് കൂടാതെ തെറ്റുകാരായി, മറ്റു ചില സംഖ്യകൾ കരുതിക്കൂട്ടി ലാഭലക്ഷ്യം വെച്ചുകൊണ്ട് തെറ്റാണെന്ന ഉത്തമ ബോധ്യത്തോടെ വളരെ ആത്മാർത്ഥമായി ആ തെറ്റ് ചെയ്തു. ഇനിയാണ് പോങ്ങന്റെ നാവ് വിഷയത്തിന്റെ കാതലിലേക്ക് തൊടാൻ പോകുന്നത് കേട്ടോ. അതായത് നേതൃമാറ്റം മാത്രമാണ് BJPയെ രക്ഷിക്കാനുള്ള ഒരേ ഒരു പരിഹാരം എന്ന് സുരേന്ദ്ര വിരുദ്ധർ വളരെ ആത്മാർത്ഥമായി പറയുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം ഒന്നേ ഉള്ളൂ: വിഹിതം വെട്ടിക്കുറച്ചിട്ടുണ്ട്. സുരേന്ദ്ര സംഘവും സുരേന്ദ്ര വിരുദ്ധ സംഘവും ഒരേ ജാതിയിൽപ്പെട്ട ആളുകളാണ്. അതായത് മനഃപൂർവ്വം തെറ്റ് ചെയ്യുന്ന കൂട്ടർ. അതുകൊണ്ട് തന്നെ അവർ തെറ്റുകൾ തിരുത്തില്ല. കാരണം അവരെ സംബന്ധിച്ച് ലാഭം കൊയ്യാനുള്ള ആയുധം മാത്രമാണ് തെറ്റുകൾ. സുരേന്ദ്രനിൽ നിന്നും സുരേന്ദ്ര വിരുദ്ധരുടെ തലയിലേക്ക് BJPയുടെ നടത്തിപ്പ് ചുമതല മാറ്റിക്കൊടുക്കുന്നത് മന്ദിന് കാലുമാറ്റം നടത്തുന്നതിന് തുല്യമായിട്ടുള്ള പരിപാടിയാണ്. അതെനിക്കറിഞ്ഞൂടാ. മാറേണ്ടത് നേതൃത്വമല്ല, നേതാക്കളുടെയും അണികളുടെയും സംഘപ്രവർത്തകരുടെയും ഒക്കെ മണ്ടയെ ബാധിച്ച ആ സ്വാർത്ഥ ബുദ്ധിയുടെ മന്താണ് ആദ്യം മാറേണ്ടത്. വിഷമമിപ്പിക്കുന്ന, വിദ്വേഷമമിപ്പിക്കുന്ന അത്തരം പ്രസ്ഥാനങ്ങളോടുള്ള എന്റെ എല്ലാ വിയോജിപ്പുകളും തുറന്ന് പ്രകടിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന് മതനിരപേക്ഷതയുടെയും സാമൂഹ്യ സമരസതയുടെയും ഒപ്പം സാഹോദര്യത്തിന്റെയും നിലപാട് സ്വീകരിച്ചുകൊണ്ട് പോങ്ങൻ ഇങ്ങനെ പറയുന്നത് സ്വയം തിരിച്ചറിഞ്ഞ ഒരു തെറ്റിന്റെ തിരുത്തലിന് വേണ്ടി കൂടിയാണ് കേട്ടോ. അതും പറയണം. അതായത് ഈ നായന്മാരെയും മറ്റു വാലുള്ള ജാതികളെയും വളരെ കരുതി കൂട്ടി ഉത്തമ ബോധ്യത്തോടെ BJPയുടെ സംസ്ഥാന നേതൃത്വം അവഗണിക്കുകയാണ് എന്ന ഒരു ചിന്ത എന്റെ മനസ്സിൽ കയറിക്കൂടിയിരുന്നു. സാമൂഹ്യ നവമാധ്യമങ്ങളിൽ അമിതമായി മുഴുകി ജീവിച്ചത് വഴി എന്നിലുണ്ടായിട്ടുള്ള ഒരു പിശകായിരുന്നു ആ ധാരണ. മാത്രവുമല്ല, അത്തരം വാലുമാക്രികൾക്ക് വേണ്ടത്ര പരിഗണന ലഭിക്കുന്നതായി പോങ്ങന് കാണാനും കഴിഞ്ഞില്ല. സ്വാഭാവികമായും എൻ്റെ സാമാന്യ ബോധം തെറ്റിദ്ധാരണയ്ക്ക് അടിമപ്പെട്ടുപോയി. എന്നാൽ എൻ്റെ ചിന്ത തെറ്റായിരുന്നോ എന്ന് പരിശോധിക്കാൻ കാരണമായത് ശ്രീ സന്ദീപ് വാര്യരുടെ വാക്കുകൾ തന്നെയാണ്. അത് പറയാതെ പോവാനും പറ്റില്ല. അദ്ദേഹം പണ്ടു പറഞ്ഞ രാഷ്ട്രീയ പ്രസ്താവനകൾ തിരുത്തിയതിൽ എനിക്ക് ഒട്ടും തന്നെ അതിശയമില്ല. സംഘപരിവാരങ്ങളെ വാഴ്ത്തിക്കൊണ്ട് രാഹുൽ സൈന്യത്തിലെ പടയാളിയാവാൻ അദ്ദേഹത്തിന് ഒരിക്കലും പറ്റില്ലല്ലോ, അല്ലേ? അതുകൊണ്ട് അതിജീവനത്തിനു വേണ്ടി ആ മനുഷ്യൻ അതന്തനായി അവതരിപ്പിച്ചുകൊണ്ട്, സ്വയം അവതരിപ്പിച്ചുകൊണ്ട് അഭിപ്രായം പറയുന്നത് തീർച്ചയായിട്ടും അംഗീകരിക്കാം, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാം. എന്നാൽ സന്ദീപ് വാര്യർ എന്ന രാഷ്ട്രീയക്കാരന്റെ മാറ്റു തെളിയിച്ചു തരാൻ വാര്യരുടെ ഒരു 2 പ്രയോഗങ്ങൾക്ക് കഴിഞ്ഞു. ഒന്ന്, നമ്മളുടെ ഈ അമൈര ശിരസ്കന്റെ ഒരു ചോദ്യത്തോട്
വാര്യർ നടത്തിയിട്ടുള്ള പ്രതികരണമാണ്. ഇതുവരെ പേറിയിട്ടുള്ള ആശയങ്ങളെ എങ്ങനെയാണ് ഒരു നിമിഷം കൊണ്ട് തള്ളിപ്പറയാൻ കഴിയുക എന്നാണ് വാര്യരോട് അമൈരശിരസ്കൻ ചോദിച്ചത്. അപ്പോൾ വാര്യർ പറഞ്ഞു, ശ്രീകണ്ഠൻ നായരുടെ ചാനലിൽ നിന്ന് ട്രീക്കള്ളൻ നസ്രാണിയുടെ സ്വാഭാവികമായിട്ട് ഇപ്പോൾ 24 റിപ്പോർട്ടറിലേക്ക് വരുമ്പോൾ അരുണിന് ബുദ്ധിമുട്ടുണ്ടാവില്ലേ? അത്രത്തോളം സത്യസന്ധമായിട്ടുള്ള ഒരു ഉത്തരം കേട്ടപ്പോൾ, അല്ലെങ്കിൽ അതിനു മുന്നേ അങ്ങനെയൊന്നും കേട്ടിട്ടില്ല, അത്രത്തോളം സത്യസന്ധമായിട്ടുള്ള ഒരു ഉത്തരം കേട്ടപ്പോൾ പോങ്ങന് തോന്നിയത് പൂർവാശ്രമത്തിൽ വാര്യർ പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു എന്നാണ്. അതായത് സംഘകാലത്ത് അദ്ദേഹം പറഞ്ഞു വെച്ചതൊക്കെ ശുദ്ധ തട്ടിപ്പായിരുന്നു, നുണയായിരുന്നു എന്നുള്ള കാര്യം, ആത്മാർത്ഥത ലവലേശമില്ലാത്ത വെറും വാചക കസർത്തുകൾ മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ എന്ന തോന്നലാണ് പോങ്ങനുണ്ടായത്. ഒരു ചാനലിൽ നിന്ന് മറ്റൊരു ചാനലിലേക്ക് ഒരു മാധ്യമ പ്രവർത്തകൻ മാറുന്നതിന് തുല്യമായിട്ടുള്ള ഒരു സംഗതിയാണോ പൊതുപ്രവർത്തകർ ഒരു പാർട്ടിയിൽ നിന്നും മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നത്? അപ്പോൾ സന്ദീപ് വാര്യരെ സംബന്ധിച്ച് പൊതുപ്രവർത്തനം ഉപജീവന മാർഗമാണ്. ഉള്ളിന്റെ ഉള്ളിൽ അങ്ങനെ കിടക്കുന്നത് കൊണ്ടാണ് ആ ഒരു ഉത്തരം അദ്ദേഹത്തിന് അവിടെ പറയാൻ പറ്റുന്നത്. കേവലം ഒരു തൊഴിലായി മാത്രം ജനസേവന പ്രവർത്തനത്തെ കാണുന്ന ആളെ വാലുള്ളവനാണെന്ന് കരുതി അങ്ങനെ അങ്ങോട്ട് അംഗീകരിക്കാൻ പോകാൻ കഴിയില്ല. അതുപോലെ തന്റെ അമ്മ മരിച്ചപ്പോൾ കൃഷ്ണകുമാർ കാണാൻ വന്നില്ല എന്ന് പരിഭവിച്ച വാര്യരോട് മണ്ഡലത്തിലെ മറ്റൊരു സംഘപ്രവർത്തകന്റെയോ മറ്റോ മരണവുമായി ബന്ധപ്പെട്ട് നടന്ന ചടങ്ങിൽ വാര്യർ പങ്കെടുക്കാതിരുന്നതിനെ പറ്റി ആ മാധ്യമ പ്രവർത്തകൻ ചോദിച്ചു. അപ്പോൾ വാര്യർ വീണ്ടും ഒരു സത്യം കൂടി പറഞ്ഞു. ഈ കുടുംബത്തിലുള്ള ഒരാൾ മരിക്കുന്നത് പോലെയല്ലല്ലോ പാർട്ടിക്കാരുടെ വിയോഗം എന്ന അർത്ഥം വരുന്ന നിലയിലാണ് അപ്പോഴും തീർച്ചയായിട്ടും വാര്യർ നാവാട്ടിയത്. സ്വന്തം പാർട്ടിക്കാരെ കുടുംബാംഗത്തെ പോലെ കാണാൻ കഴിയാത്ത ഒരു പൊതുപ്രവർത്തകൻ വാലുള്ളവനാണെന്ന് കരുതി അയാളെ അംഗീകരിക്കാൻ പോകാൻ കഴിയില്ല, ഒട്ടും കഴിയില്ല. മാത്രവുമല്ല, കൂട്ടത്തിൽപ്പെട്ടവന്റെ കുടുംബത്തിൽ കയറി കുക്കുട സ്വഭാവം പ്രകടിപ്പിക്കുന്ന തരം പെരുമാറ്റ വൈകൃതമുള്ളവർ ഏതെങ്കിലും നിലയിൽ അവഗണിക്കപ്പെട്ടാൽ അത് പേരിൽ ജാതിവാൽ ഉള്ളതിന്റെ കുഴപ്പമല്ല, മറിച്ച് സ്വഭാവത്തിൽ കാണപ്പെടുന്ന പുരുഷ കുക്കുടത്തിന്റെ ആ അംഗവാൽ കാരണമാണെന്ന് മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും പോകാൻ സാധിക്കും. സദാചാരവാദി അല്ലാത്തതുകൊണ്ടും അസന്മാർഗത്തിൽ അസാരം പ്രതിപത്തി ഉള്ളവനായതുകൊണ്ടും സദാചാര വിരുദ്ധരെ പോങ്ങൻ തീർച്ചയായിട്ടും ഒന്നും പറയില്ല. സാമൂഹ്യ വിരുദ്ധത പോലെ കുഴപ്പം പിടിച്ച ഒരു ഏർപ്പാടല്ല സദാചാര വിരുദ്ധത എന്നാണ് ഈ പോങ്ങന്റെ പക്ഷം. സഹജീവികൾക്ക് മനപ്രയാസം ഉണ്ടാകാത്ത വിധമുള്ള സദാചാര വിരുദ്ധത ഇഹലോകവാസത്തെ ഒട്ടൊന്ന് സുന്ദരമാക്കും, അത്രയേ ഉള്ളൂ. അതാണ് പോങ്ങന്റെ ഒരു കാഴ്ചപ്പാട്. ഓ, ഈ വിഷയം അല്ലല്ലോ നമ്മുടെ വിഷയം, അല്ലേ? അപ്പൊ ശരി, വിഷയമാറ്റത്തിലേക്ക് കടക്കാം. വാലുള്ളത് കൊണ്ടോ അപാരമായ അളവിൽ കഴിവുണ്ടായതുകൊണ്ടോ ഒന്നുമല്ല സന്ദീപിനെ സുരേന്ദ്ര നേതൃത്വം ഒതുക്കിയതെന്ന ബോധ്യം പോങ്ങനുള്ള കാലം എനിക്കിങ്ങനെ ചിന്തിക്കാനും സംസാരിക്കാനും ഒക്കെ കഴിയൂ എന്നാണ് പറഞ്ഞു വന്നത്. സന്ദീപ് വാര്യർ മറുകണ്ഠം ചാടി BJP യെ അധിക്ഷേപിക്കുമ്പോഴും തിരിച്ച് BJP നേതൃത്വം വാര്യരെ അത്രയൊന്നും കടന്നങ്ങോട്ട് ആക്രമിക്കുന്നില്ല. ഒരു വ്യക്തിഹത്യ എന്ന് പറയുന്ന നിലയിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിക്ക് എന്തെങ്കിലും കോട്ടം തട്ടുന്ന വിധമോ ഒന്നും അവരാരും സംസാരിച്ച് കേൾക്കുന്നില്ല. അതൊരു മര്യാദയാണ്. അത് വാര്യരുടെ വാലിന്റെ വലിപ്പം കൊണ്ടാണെന്നൊന്നും കരുതാനുള്ള വിവരദോഷം പോകാനില്ല. സുരേന്ദ്രന് പകരം സുരേന്ദ്ര വിരുദ്ധരുടെ മേൽനോട്ടത്തിൽ കഴിഞ്ഞാൽ ഉടൻ BJPക്ക് ഗുണമുണ്ടാവുമെന്ന് പോങ്ങനിപ്പോൾ തീർച്ചയായിട്ടും കരുതുന്നില്ല എന്നതാണ് സത്യം. വിഭാഗീയത ഇല്ലാത്ത ഒരു പാർട്ടിയും കേരളത്തിലില്ല. കോൺഗ്രസ് അതിന്റെ കൂടാരമാണ്, വിഭാഗീയ പ്രവർത്തനങ്ങളുടെ, ഗ്രൂപ്പ് കളിയുടെ, അല്ലേ? തീർച്ചയായിട്ടും CPM-ലും അതൊക്കെയുണ്ട്. പ്രത്യക്ഷത്തിൽ അത്രയൊന്നും നമ്മൾ അനുഭവിക്കുന്നില്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും ആ പാർട്ടിയിലുമുണ്ട് അവരുടേതായിട്ടുള്ള വിഭാഗീയ പ്രവർത്തനങ്ങൾ. എല്ലാ പാർട്ടിയിലുമുണ്ട്. സത്യത്തിൽ BJP-യിലാണ് ഗ്രൂപ്പ് കളി അല്പമെങ്കിലും കുറവെന്ന് വേണം പറയാൻ. അതാണ് സത്യം. കാരണം ഈ സുരേന്ദ്രൻ സംഘത്തെ എതിർക്കുന്ന ആളുകളെ ഒന്ന് നോക്കിക്കൊള്ളുക. അവരെല്ലാം സംഘികളാണെന്ന് കരുതുന്നുണ്ടോ? പോങ്ങൻ അങ്ങനെ കരുതുന്നില്ല. യഥാർത്ഥത്തിൽ സംഘികളാണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നിപ്പിക്കുന്ന കോൺഗ്രസ് മനസ്സുള്ള നായന്മാരും അതുപോലെ കമ്മി ബുദ്ധിയുള്ള നായന്മാരുമാണ് BJP-യുടെ തിരുത്തൽ ശക്തികളായി ഇങ്ങനെ കുരച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ സംഘികളായി കാണാതിരിക്കാനുള്ള വിവേകം അസൽ സംഘികളെങ്കിലും തീർച്ചയായിട്ടും കാണിക്കണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത്തരം വ്യാജ സംഘികളെ വാഴ്ത്തുന്നത് സുഡുനിയന്ത്രിതമായിട്ടുള്ള ഇന്നാട്ടിലെ മാധ്യമങ്ങളുടെ ആവശ്യമാണ്. ഒരു പ്രസ്ഥാനത്തെ തകർക്കുക എന്ന ലക്ഷ്യമുള്ളവർ പുറത്തു നിന്നുകൊണ്ട് ആ പ്രസ്ഥാനത്തിന് നേരെ കല്ലെറിഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഒന്നുകിൽ ആ പ്രസ്ഥാനത്തിനകത്ത് കയറിക്കൂടി
അതിനെ നാശകോശമാക്കാൻ വേണ്ടുന്ന പ്രവർത്തനങ്ങൾ നടത്തണം. അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിന്റെ അഭ്യുദയാകാംക്ഷിയാണെന്ന വിശ്വാസം അതിന്റെ പ്രവർത്തകർക്കിടയിൽ നേടിയെടുക്കണം. നേതാക്കളിൽ അതുണ്ടാവാതിരിക്കുകയും പ്രവർത്തകരിൽ അതുണ്ടാവുകയും ചെയ്യണം. നേതാക്കൾക്ക് കാര്യം തിരിഞ്ഞാലും പ്രവർത്തകർ ഈ അഭ്യുദയാകാംക്ഷിയെ സംശയിക്കുന്ന സ്ഥിതി ഉണ്ടാവരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാലും പണി കൊടുക്കാൻ പറ്റും. BJP സുരേന്ദ്രനെ മാറ്റുക എന്നതല്ല വാസ്തവത്തിൽ ആദ്യം ചെയ്യേണ്ടതെന്നുള്ള ഒരു പക്ഷമാണ് പോങ്ങനുള്ളത്. പകരം വ്യാജ സംഖ്യകളെ തിരിച്ചറിഞ്ഞ് തുരത്തുക എന്നതാണ്. BJPയുടെ പ്രാഥമിക അംഗത്വം പോലും ഇല്ലാത്തവരുടെ അഭിപ്രായങ്ങളെ സംഘികളുടെ അഭിപ്രായമായി പ്രസ്ഥാനം ഒരിക്കലും ഗൗനിക്കാതിരിക്കുക. അതുപോലെ തന്നെ അനുഭാവം മാത്രമുള്ളവരെ ഒട്ടും തന്നെ നമ്പേണ്ട കാര്യവുമില്ല. അവരുടെ ആ അനുഭാവം തീർച്ചയായിട്ടും രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. സംഘിയാണെന്ന വ്യാജേന പാർട്ടി തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെ തിരുത്തൽ ശക്തിയായി കണ്ട് അവർക്ക് പ്രോത്സാഹനം നൽകി അവരെ വാഴ്ത്തി അവരെ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ അവരുടെ സ്വാധീന ശേഷി കൊണ്ട് നാളെ പാർട്ടിക്ക് ഉണ്ടാവുന്ന പരിക്ക് ചില്ലറയാവില്ല. അവരെ അവഗണിക്കുകയും അത്തരം ആളുകളെ അവഗണിക്കുകയും തള്ളിപ്പറയുകയും ചെയ്യേണ്ടത് പാർട്ടിയുടെ ആവശ്യമാണ്. ഒപ്പമുള്ളവരെ എങ്ങനെ ഒപ്പം തന്നെ നിർത്തണമെന്ന കാര്യം കമ്മികളിൽ നിന്നും അതുപോലെ തന്നെ സുടുക്കളിൽ നിന്നുമൊക്കെ സംഘികൾ പഠിച്ചെടുക്കണം. സുരേന്ദ്രനെയും മുരളീധരനെയും ഒക്കെ ഭാരതീയരായി കാണാൻ കഴിയാതെ തീയരായി മാത്രം അളക്കാൻ തക്ക സൈദ്ധാന്തിക ത്രാണിയുമായി കഴിയുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ BJPയെ KJP ആക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം തീർച്ചയായും സംഘികൾക്ക് ഉണ്ടാവണം. പോങ്ങൻ പറഞ്ഞതിന്റെ പൊരുൾ കുറച്ചെങ്കിലും ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ലേ? ഇല്ലേ? ഈ സമദൂര സിദ്ധാന്തക്കാരായിട്ടുള്ള നായന്മാരെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാതിരിക്കണം. കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത്. നായർ നേതാക്കളിൽ പോങ്ങന്റെ അഭിപ്രായമാണ് കേട്ടോ, നായർ നേതാക്കളിൽ കുമ്മനം ഒഴിച്ചുള്ള ആരെങ്കിലും ഈ പാർട്ടിക്ക് വേണ്ട ഗുണം ചെയ്തിട്ടുണ്ടോ? ഈ പാർട്ടിയുടെ തലപ്പത്ത് നായന്മാർ കയറിയിരുന്ന സമയത്ത് എന്തെങ്കിലും ഗുണം ഈ പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ടോ? നായർ നേതാവ് അല്ലെങ്കിൽ നായർ ജാതിയിൽപ്പെട്ട നേതാവ് BJPയുടെ നായകനായ സമയത്ത് NSS എന്ന് പറയുന്ന പ്രസ്ഥാനം സമദൂരം വെടിഞ്ഞുകൊണ്ട് തങ്ങളിൽപ്പെട്ട ഒരുത്തൻ ഒരു പാർട്ടിയുടെ നേതാവായി ഇരിപ്പുണ്ടല്ലോ, ആ ഒരു സമുദായ സ്നേഹം ഒന്ന് പ്രകടിപ്പിക്കാൻ വേണ്ടി ആ നായർ നേതാവായിരിക്കുന്ന BJPക്ക് NSS എന്തെങ്കിലും പിന്തുണ നൽകിയിട്ടുണ്ടോ? ഇല്ല. ഉപദ്രവം ചെയ്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. NSSന്റെ പിന്തുണ പോലും നേടാൻ കഴിയാത്ത ഏതെങ്കിലുമൊക്കെ നായർവാലനെ നായരായി കൂട്ടേണ്ട കാര്യമുണ്ടോ? ഇല്ല. മാത്രവുമല്ല, കൊക്കിന് ജീവനുള്ള കാലം ഒരു നായർക്ക് മറ്റൊരു നായർ നന്നാവുന്നത് സഹിക്കാൻ പോലും കഴിയില്ല. അതൊരു സത്യമാണ്. സഹകരിക്കില്ല. ഒരു നായർക്ക് മറ്റൊരു നായർ വളരുന്ന കാര്യം ആലോചിക്കാൻ പറ്റില്ല. അതിലും ഭേദം ആത്മഹത്യ ചെയ്യാണ്, ജീവൻ ഒടുക്കുകയാണ് എന്ന് വിചാരിച്ച് കളയും ഒരു നായർ. തുല്യ സാമൂഹ്യ മൂല്യമുള്ള രണ്ട് നായന്മാർ സഹകരണ ബുദ്ധിയോടെ പ്രവർത്തിക്കുന്നതായി സമൂഹത്തിന് തോന്നാമെങ്കിൽ പോലും അനുകൂലമായി ലഭിക്കുന്ന ആദ്യ അവസരത്തിൽ തന്നെ മൂത്ത നായർ അല്ലെങ്കിൽ പ്രാപ്തി കൂടിയ നായർ, കൂടുതൽ കുശാഗ്ര നായർ തീർച്ചയായിട്ടും അല്പം കുശാഗ്ര ബുദ്ധി കുറഞ്ഞ നായരെ മലർത്തിയടിക്കും. അത് സത്യമാണ്, വെറുതെ പറയുന്നതല്ല, കളിയാക്കി പറയുന്നതല്ല. അത് നായന്മാരുടെ ഒരു പൊതു സ്വഭാവമാണ്. സമ്മതിക്കില്ല വളരാൻ. എത്ര ഉദാഹരണം വേണം? വിഷയം മാറിപ്പോകും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാത്തത്. ഇനിയിപ്പോൾ BJP പിടിച്ച് ഏതെങ്കിലും ഒരു നായരെ പാർട്ടിയുടെ നായകനാക്കിയാൽ ഈ അണ്ടകടാഹത്തിലെ സകല നായന്മാരും BJPക്കെതിരായി മാറും. അതുകൊണ്ട് സംഘടിത ബുദ്ധി ഉണ്ടാവുന്നത് വരെ തലയിൽ നായരത്വമുള്ള സകല നായന്മാരെയും കോൺഗ്രസിലേക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കും ഒക്കെ തുരത്തി വിടുന്നതാണ് തൽക്കാലം നല്ലത്. ഇത്രയും പറഞ്ഞതിന് പിന്നിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. നേതൃമാറ്റത്തിലൂടെ മാത്രമേ BJP നന്നാവൂ എന്ന് പറയുന്നവരുടെ ഉള്ളിലുള്ളത് BJPയുടെ വളർച്ചയോ നന്മയോ അല്ല എന്നുള്ള ഒരു ബോധ്യം. ഈ പറഞ്ഞതിന്റെ അർത്ഥം സുരേന്ദ്രൻ മാത്രമാണ് ശരി എന്നല്ല കേട്ടോ, അങ്ങനെയും തെറ്റിദ്ധരിക്കരുത്. സുരേന്ദ്രനിൽ എന്തൊക്കെ കുറ്റങ്ങൾ ആരോപിക്കാൻ കഴിയുമോ അതെല്ലാം അതേപോലെ തന്നെ, ഒരുപക്ഷെ അതിലും അല്പവും കൂടി കൂടുതലായി സുരേന്ദ്ര വിരുദ്ധരിലും ഉണ്ട് എന്നാണ് പോങ്ങൻ മനസ്സിലാക്കുന്നത്. പോങ്ങൻ പറഞ്ഞു വെക്കുന്നത് അതാണ്. സ്വന്തം തെറ്റുകൾ സ്വയം തിരിച്ചറിഞ്ഞ് തിരുത്തുക. ഞങ്ങൾ ശരിയാണ്, ഞങ്ങൾ മാത്രമാണ് ശരി, സുരേന്ദ്രൻ തെറ്റ്, സുരേന്ദ്ര സംഘം തീർത്തും തെറ്റ് എന്ന് പറയുന്നവന്മാരാണ് വലിയ തെറ്റുകാർ.
അതുകൊണ്ട് ആദ്യം സുരേന്ദ്ര വിരുദ്ധർ തെറ്റുതിരുത്തുക, അതോടൊപ്പം അതിനു പിന്നാലെ സുരേന്ദ്ര സംഘവും സ്വയം തിരുത്തുക. സ്വാഭാവികമായും പ്രസ്ഥാനം നന്നാവും. പോങ്ങൻ എന്തിനാണ് നായന്മാരെ ഇത്ര രൂക്ഷമായി അധിക്ഷേപിച്ചതെന്ന് ആരെങ്കിലും ചിന്തിച്ചു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരോട് പറയാം, ഒരു നായർക്കൊരിക്കലും മറ്റൊരു നായർക്ക് നേരെ കുലംകുത്തിയെ കണ്ട പോലെ കുരയ്ക്കാതിരിക്കാൻ പറ്റില്ല. കിട്ടിയോ? എന്ന് വെച്ചാൽ ഒരു നായർക്ക് ഒരിക്കലും മറ്റൊരു നായർക്ക് നേരെ കുലംകുത്തിയെ കണ്ടതുപോലെ കണ്ടു കുരയ്ക്കാതിരിക്കാൻ ഒട്ടും തന്നെ പറ്റില്ല. അതെ, ഈ ലോകത്ത് 2 ജാതി മനുഷ്യരെ ഉള്ളൂ എന്നല്ലേ പോങ്ങൻ പറഞ്ഞത്? അതുപോലെ ഈ നാട്ടിൽ 2 തരം നായന്മാരേ ഉള്ളൂ. ഒന്ന് നായയായിട്ടുള്ള നായരും മറ്റൊന്ന് നരിയായ നായരും. നായയായ നായരും നരിയായ നായരും. പോങ്ങൻ ഇതിലേത് തരമാണ് എന്നുള്ളത് പിന്നീട് ഒരിക്കൽ പറയാം. അതുപോലെ എന്തിനാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്നും, അപ്പോൾ നേതൃമാറ്റത്തിന് മുന്നേ വേണ്ടത് മനോഭാവ മാറ്റമാണെന്ന പോങ്ങന്റെ ചിന്ത ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് നിർത്തുന്നു. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും നമുക്ക് കാണാം, അടുത്ത സംസാരത്തിലൂടെ വീണ്ടും കേൾക്കാം. പിന്നെ എന്തുകൊണ്ടാണ് പോങ്ങൻ കൈ മുത്തലും കൊടുക്കണമെന്ന് ചോദിച്ചേക്കാം.